ഹായ് എല്ലാവർക്കും A2Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള മഹിള സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ വിവിധ ജില്ലകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ 5ാം ക്ലാസ് ഉള്ളവർക്കും അതുപോലെ 10ാം ക്ലാസ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒഴിവുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷാ ഫീസൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിലേക്ക് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയാണ് അയക്കേണ്ടത്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒഴിവുകൾ വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോമിലേക്കാണ് ഹോം മാനേജർ, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, പാർട്ട് ടൈം ലീഗൽ കൗൺസിലർ, പാർട്ട് ടൈം സോഷ്യൽ വർക്കർ കം കേസ് വർക്കർ, ഫീൽഡ് വർക്കർ, കെയർ ടേക്കർ, സെക്യൂരിറ്റി, ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് താഴെ കുറച്ച് യോഗ്യതകൾ പറയുന്നത്. ആ യോഗ്യതയുള്ള ആളുകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ അപേക്ഷകർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക 2020 ഒക്ടോബർ 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ലഭിക്കത്തക്കവണ്ണം ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് തസ്തികയുടെ പേര് വളരെ വ്യക്തമായിട്ട് കൊടുക്കണമെന്ന് അതിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന നമുക്ക് ഓരോ പോസ്റ്റും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും എത്ര ഒഴിവുണ്ട്, ഏതെല്ലാം ജില്ലയിലാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് നോക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് ഹോം മാനേജറാണ്. അതിലേക്ക് വേണ്ടത് 2 ഒഴിവാണ്. ഒന്ന് കോട്ടയത്ത് ഒഴിവുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡും ഒഴിവുണ്ട്. അതിനുവേണ്ട യോഗ്യത MSW, MA അല്ലെങ്കിൽ MA സൈക്കോളജി, അല്ലെങ്കിൽ MA സോഷ്യോളജി, അല്ലെങ്കിൽ MSc സൈക്കോളജിയാണ് വേണ്ടത്. പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 18,000 രൂപയായിരിക്കും. 23 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ വരുന്നത് സൈക്കോളജിസ്റ്റാണ്. പാർട്ട് ടൈം ആണ്. 5 ഒഴിവുണ്ട്. അതിലേക്ക് കാസർഗോഡ്, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇതിൻ്റെ നിയമനം ഉണ്ടായിരിക്കുക. അതിലേക്ക് വേണ്ടത് MSc ഓർ MA സൈക്കോളജി 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അതിലേക്ക് വേണ്ടത്. അതിലേക്ക് 23-35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 7,000 രൂപയായിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ ഉണ്ടായിരിക്കുക. അത് പാർട്ട് ടൈം ആണ്, അതുകൊണ്ടാണ് 7,000 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. പിന്നെ ലീഗൽ കൗൺസിലർ പാർട്ട് ടൈം തസ്തികയിലേക്ക് ഒഴിവുള്ളത് കോട്ടയത്താണുള്ളത്. അതിലേക്ക് അതുമായി ബന്ധപ്പെട്ട പരിചയമാണ് വേണ്ടത്. 23-35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ 8,000 രൂപയായിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ കിട്ടുക. പിന്നെ വരുന്നത് ഫീൽഡ് വർക്കറാണ്. 2 വേക്കൻസി ഇടുക്കിയിലും ആലപ്പുഴയിലാണ് ഒഴിവുകളുള്ളത്. അതിൽ വേണ്ട MSW ഓർ MA സോഷ്യോളജി, MA സൈക്കോളജി, MSc സൈക്കോളജിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. 23 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കാണ് യോഗ്യത വയസ്സ് പറഞ്ഞിരിക്കുന്നത്. പ്രതിമാസം 10,500 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് കെയർ ടേക്കറാണ്. അതിലേക്ക് വേണ്ടത് 3 ഒഴിവുണ്ട്. പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിൽ ഒഴിവുണ്ട്. വേണ്ട ക്വാളിഫിക്കേഷൻ PDC ആണ്. അതുപോലെ തന്നെ 23 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കാണ് അതിൻ്റെ വേജ് പറഞ്ഞിരിക്കുന്നത്. പ്രതിമാസം 9,500 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. പിന്നെ സെക്യൂരിറ്റിയാണ്. 1 ഒഴിവാണുള്ളത്. കണ്ണൂരാണ്. SSLC ആണ് അതിലേക്ക് വേണ്ടത്. 18-35 ആണ് ഏജ് ലിമിറ്റ്. പ്രതിമാസം 7,500 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ. പിന്നെ ക്ലീനിങ് സ്റ്റാഫ് വന്നിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫിന് 5ാം ക്ലാസ് ആണ് വേണ്ടത് മിനിമം യോഗ്യത. അതിലേക്ക് 1 ഒഴിവാണ്. കണ്ണൂരാണുള്ളത്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രായം വരുന്നത്. പ്രതിമാസം 6,500 രൂപയായിരിക്കും മന്തിൽ ലഭിക്കുന്ന റെമ്യൂണറേഷൻ. ഇപ്പോൾ കൂടുതൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വിളിച്ച് കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.